അദ്ദേഹം പറയുന്നത് ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതും ഒരു സൊസൈറ്റി, അത് പിന്നെ വലിയൊരു സമൂഹം, ഒരു രാജ്യം, ഒരു ഭരണം, ഒരു അധികാരം കിട്ടുമ്പോൾ അവിടെ ആ ഒരു ജനവിഭാഗം വരും. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി, അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അവിടെ വരാനുണ്ട്. അവർക്ക് ഈ അവിടുത്തെ ഈ വെൽഫെയർ സൊസൈറ്റി പിന്നെ ഫണ്ടിന് കുറച്ച് കൊടുക്കണേ കുഴപ്പമില്ല. അത് വെൽഫെയർ ഫണ്ട് അവിടെ രൂപീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമില്ല. ഇത് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ ഈ ആശയം സ്ഥാപിക്കപ്പെടുന്ന ഒരു സൊസൈറ്റി, അതിന് ഒരു ഭൂമിയിൽ ടെൻഷനും പിള്ളേർക്കൊക്കെ കിട്ടണം. അല്ലതീന ഈ മക്കന്നാഹും പിള്ളേരുടെ യഥേമോനപ്പലാക്കാം. ഭൂമിയിൽ അതിന് പറ്റിയ സൗകര്യങ്ങൾ കിട്ടിയാൽ, അതിന് പറ്റിയ സാഹചര്യങ്ങൾ കിട്ടിയാൽ ഇതിനെ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുകയും ഈ ആശയത്തെ സ്ഥാപിക്കുകയും ഈ ജീവിത പദ്ധതിയെ സ്ഥാപിക്കുകയും അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സൊസൈറ്റി, ഒരു വെൽഫെയർ സൊസൈറ്റി സ്ഥാപനം ഉണ്ടാവുകയും അങ്ങനെ അതിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്ന ഒരു ഇത് വരുന്നുണ്ട്. അതായത് ഇത് പുരാൻ നിങ്ങൾ ഇത് ഒരു ഏകദേശ പദങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് കളിക്കുന്ന കളിയല്ല. അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു 5-6 പദങ്ങളുണ്ട്. ആ പദങ്ങൾ ശരിയാക്കിയ ബാക്കിയൊക്കെ ഈ അയൽക്കുന്നതും അതിൽ സമരസപ്പെട്ട് പോകാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഖുർആൻ എന്ന ഒരിക്കലും സമരസപ്പെട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം ഖുർആനിലേക്ക്, ഖുർആനിന്റെ പഠനത്തിലേക്ക്, ഖുർആനിന്റെ സ്റ്റഡി, ഖുർആനിന്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഖുർആൻ നമുക്ക് വെളിച്ചം തരും എന്നൊരു വിശ്വാസം ആദ്യം മനസ്സിൽ സൃഷ്ടിച്ചെടുക്കണം. ഈ ഖുർആൻ മതി എന്നുള്ള ഒരു ധൈര്യം മനസ്സിൽ ഉറപ്പിക്കണം. അതിന് ചങ്കൂറ്റുണ്ടോ, അതിന് ധൈര്യമുണ്ടോ? എനിക്ക് ഈ ഖുർആൻ മതി, അള്ളാന്റെ ഖുർആൻ മതി, അതുകൊണ്ട് എനിക്ക് വിജയം കിട്ടും, ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല, എനിക്ക് ജീവിത വിജയം കിട്ടും, പടപ്രമ്പരാൻ എനിക്ക് വിജയം തരും എന്റെ ജീവിതത്തിൽ എന്ന ഈ ഉറച്ച ഒരു അറിവ് ഈമാനല്ല. ഈമാൻ ആർക്കും വേണമെങ്കിൽ ചെയ്യാം. വിശ്വസിക്കാൻ എന്താ വേണം? വിശ്വസിക്കാനല്ല, തിരിച്ചറിയാൻ, ആ അറിവ് നേടാൻ, ആ അവബോധം നേടിയെടുക്കാൻ, ആ അവയർനെസ്, ആ അറിവ് കിട്ടാൻ, ആ അതാണ് കിട്ടേണ്ടത്. അതൊക്കെ അർത്ഥമുണ്ട്, ഖുർആനുണ്ട്. അതേപോലെ യുക്തിവാദിനോടും വിശ്വാസിയാൽ ചോദിക്കും, മുഹമ്മദിന് ഇറങ്ങിയ ഖുർആൻ ഏതാ, മുഹമ്മദിന് ഇറങ്ങിയ ഗ്രന്ഥം ഏതാ, ഖുർആൻ, മുസ്ലിങ്ങളുടെ ദൈവം അള്ളാഹും വിശ്വാസിയ ഓനും പറയും. അതല്ല, ഈ അള്ളാഹുവിനെ കുറിച്ച്, ഈ ഗ്രന്ഥത്തെ കുറിച്ച്, അത് എനിക്ക് പര്യാപ്തമാണ്, എന്റെ ജീവിതത്തിനുള്ള പര്യാപ്തമാണ്, എന്റെ ജീവിത രക്ഷക്ക് അതിൽ കാരുണ്യുണ്ട്. എത്രയോ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു അതിൽ കാരുണ്യുണ്ട്. ഈ റഹ്മത്തുൽ മുസ്ലിമീൻ, അതനുസരിക്കുന്നവർക്ക് അതിൽ കാരുണ്യമുണ്ട്. പിന്നെ ഈ ദാലിക റഹ്മത്തുൽ മുഅ്മിനീൻ, അതിൽ സുദൃഢമായി അറിയുന്നവർക്ക്, അതിൽ വിശ്വസിക്കുന്നവർക്ക്, അതിനെ തിരിച്ചറിയുന്നവർക്ക്, അതുപയോഗിച്ച് സമാധാനമുണ്ടാക്കുന്നവർക്ക് അതിൽ കാരുണ്യമുണ്ട്. ഇതിൽ കാരുണ്യമുണ്ട് സഹോദരങ്ങൾ. അറിഞ്ഞുകൊണ്ടാ പറയുന്നത്, ഈ ഗ്രന്ഥം ഒരു രാജ്യത്ത്, ഈ പരിശുദ്ധ ഖുർആൻ ഒരു രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടാൽ, അതിനെ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തിയാൽ, ഇവിടെ ഈ പറയുന്ന ഈ പാവങ്ങളൊന്നും ഇതിന്റെ പിന്നാലെ നടക്കൂല, ഇതിൽ വരും. ആ ജനത രക്ഷപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇതിൽ പറയാനുള്ളത്. അത്രക്കും നല്ല പദ്ധതിയാണ് ഇത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ദീൻ പഠിക്കാൻ പോകുക, ആ ദീനല്ല നമ്മളെ പഠിക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ പെണ്ണുങ്ങളൊക്കെ രാവിലെ കുത്തു ഇറങ്ങി പോകുക ദീൻ പഠിക്കാൻ. ഇങ്ങോട്ട് എന്താ ദീൻ പഠിക്കണത്? ഞാൻ വന്നാൽ ചോദിക്കും, എന്തേ പഠിഞ്ഞു? പെങ്ങളൊക്കെ പോക്കണ്ടി, എന്താ പറഞ്ഞു? ഇന്ന് മയ്യത്ത് വിളിക്കുന്നതേ ഉണ്ട് പണി, മയ്യത്ത് വിളിക്കുന്ന പണി. ഞാൻ പറഞ്ഞു, ഇന്ന് ഒതു മുറിയുന്നത് പഠിഞ്ഞു, ജീവിതം മുറിയുന്നവന്റെ കാര്യങ്ങളും പഠിഞ്ഞു, ഇന്ന് ഒതു മുറിയുന്ന പഠിഞ്ഞു. ഇതൊക്കെ ഇന്നത്തെ ദീന്. കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോ എന്നാ ഇപ്പൊ ഏത് വീട്ടിൽ കിടന്നാലും, ഒരു കിടപ്പ് മുറിയിൽ കിടന്നാലും പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഉള്ളതോ, കക്കൂസിലേക്ക് പോകുമ്പോല്ലതോ, പുറത്തേക്ക് വരുമ്പോല്ലതോ, ഈ ദ്വയന്റെ തന്നെയാണ്. ഈ ദ്വയല്ലാതെ എന്ത് ദീനം? ഞാൻ ചോദിച്ചു, എന്ത് ദീനപ്പൊ പഠിക്കാനുള്ളത്? ഇങ്ങോട്ട് ഇതാ പോലെ ദീൻ പഠിക്കാൻ എന്ത് ദീനാണ്? ഇതൊന്നും മൗലവിമാർക്ക് തെറ്റില്ല, മൗലവിമാർക്ക് തെറ്റില്ല. ഇതുകൊണ്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ പിന്നെ വയറ് കഴിഞ്ഞപ്പോ ഞാനൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ കീഴ്ചിലേക്ക് ഇങ്ങനെ നോക്കാം. ഇതിനകത്ത് പ്രശ്നമില്ല. ഞാൻ അതല്ല വിട്ടല്ലോ, വണ്ടി വിട്ട് ഇത് കഴിഞ്ഞാൽ നമ്മളെ പണി. ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. ഇത് 4 ആയത്ത് പറഞ്ഞാൽ അടുത്ത വണ്ടിക്ക് കയറി അവനകത്ത് ചായ കുടിക്കുക, ഒരു പ്രശ്നമില്ല. ആരെങ്കിലും കഴിച്ചു തന്നെ മുമ്പ് എല്ലാവർക്കും ആയിട്ടായി. അത് ഇസ്ലാമിന് വേണ്ടി ഇരിക്കല്ല, അത് ഈ ഖുർആന്റെ പ്രചരണത്തിന് ചെലവഴിക്കുക. അത് നമുക്കല്ല, അത് അങ്ങനെ വാങ്ങി നമ്മൾക്ക് കൊടുക്കുക, നമ്മളെ പോക്കറ്റിൽ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല, ബാധ്യതയില്ല. ഈ ഖുർആനിനോടല്ലാതെ കമ്മിറ്റ്മെന്റ് ഇല്ല. കാരണം ഞാൻ എന്റെ കുട്ടികൾക്ക് അരി വാങ്ങിക്കൊടുക്കണം, ഞാൻ അധ്വാനിക്കണ കാശുണ്ട. ഇതില്ലാത്ത ഒരു വഴി കണ്ടാൽ കൂലിപ്പണിക്ക് പോകുന്നു. എനിക്കുള്ള പിന്നെ ആരും അവസാനം വേണ്ട. ഇത് മൗലവിമാർക്ക് ബെനിഫിറ്റ് എന്താ? ആർക്കാ ബെനിഫിറ്റ്? ഇന്നത്തെ മതം കൊണ്ട് പുരോഹിതന്മാർ തടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വയലിൽ ഈ സാധുക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, ദുനിയാവും മക്കളെ ഒരു വഴിയാത്രക്കാരന്റെ വിശ്രമ സ്ഥലമൊക്കെ ദുനിയാവും. ഈ സാധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇവര് ദുനിയാവും വാരിക്കൂട്ടുക. കോടികൾ, ലക്ഷങ്ങൾ, 10,000 അവരുടെ മീറ്റിങ്ങുകൾ, ഹൈടെക് വലിയ വലിയ ഹോട്ടലുകളിൽ, വലിയ വലിയ ഹൈടെക് ഹോട്ടലുകളിൽ ഇരുന്നിട്ട് ചർച്ച. ആരുടെ ചർച്ച? ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവിടെ ഇരുന്നിട്ട് ചർച്ച. എന്ത് ചെയ്യാൻ ചർച്ച? ഒരാളുടെ ഒരു നേരത്തെ ബില്ല് ഞാൻ കണ്ടതാണ്. ഒരു സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആ വ്യക്തികളെ ഞാൻ പറയാം, ഇവരുടെ ദൂർത്തിന്റെ പര്യായങ്ങളാണിവർ. ദൂർത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും പര്യായങ്ങളാണ് ഇവർ. ലാത്തയും ഒള്ളയും മനാത്തയുമാണ് ഇവിടെയുള്ളത്. ഞാൻ വരുമ്പോഴോട് പറഞ്ഞു, അതൊന്നും ഐഡൽസ് അല്ല, അതൊക്കെ ഓരോന്നിന്റെ പ്രതീകങ്ങളാണ്. ഇസ്സത്ത്, പവർ, അതാണ് ഇല്ല. അതൊക്കെ ഓരോ ഖുർആൻ എത്ര
സമർത്ഥമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു വിഗ്രഹമല്ല. അങ്ങനത്തെ വിഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അധികാരം, സമ്പത്ത്, മുന, ആഗ്രഹം, മനുഷ്യന്റെ അതിമോഹങ്ങൾ, ഇതൊക്കെയാണ് ഇവരെ നയിക്കുന്നത്. എന്നിട്ട് ഈ പാവങ്ങളെ, ഇത് ഈ സമൂഹത്തിലുള്ള ഓരോ വിഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഈ വിഗ്രഹങ്ങളെ തെറ്റുറക്കണം. എന്നിട്ട് ഈ ദുനിയാവ് വാരി കൂട്ടുകയാണ്. എന്നിട്ട് നമ്മളെ പോലുള്ള സാധുക്കൾക്ക് ഈ അന്നം അന്തി പട്ടിണിക്ക് വകയില്ലാണ്ട് ഈ സാധുക്കളെ തന്നെ തിരികൊടുത്തിട്ട് വെള്ളവും മുടിയും ഇട്ടിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും പിരിച്ചുണ്ടാക്കി, കോടികളുണ്ടാക്കി ഒരു കെട്ടിടം പറ്റുണ്ടാക്കിയിട്ട് ഈ സമൂഹത്തിന് എന്ത് പുരോഗതിയിൽ ചിന്തിക്കണം. ഈ ജനത കല്ലെടുത്തെറിയുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. പേടിക്കൊന്നും വേണ്ട. ഈ പുരോഹിതന്മാരൊക്കെ ആക്കി തല്ലുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. ഈ സമൂഹം പൊറുതി മുട്ടിയിട്ട് ഈ രാജ്യം വിട്ട് ഒരു നേരത്തെ ഒരു കുടുംബത്തെ പോറ്റാൻ വിദേശത്ത് പോയാൽ അവിടെയും സമാധാനം കൊടുക്കൂല. അവിടെയും എത്തി റസീറ്റും പിച്ചിയുമായി പിരിക്കാൻ അതിന്റെ 60-80% കമ്മീഷനും കെട്ടിയിട്ട് ഈ സമൂഹത്തിന് കാർന്നു തിന്നുന്ന ഈ പുരോഹിതന്മാരെ ഇനി ഈ സമൂഹം ചുമന്നുകൊണ്ടുപോകണമെന്ന് ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനത്തെ ഒരു സമൂഹത്തിന്? എവിടേക്കാണ് ഈ പാവങ്ങളെ ഈ തെളിച്ചു കൊണ്ടുപോകുന്നത്? എന്തിനാണ് ഈ സമൂഹത്തിന് വിജ്ഞാനം കൊടുക്കാതെ ഈ സമൂഹത്തിന് ഈ സമത്തിൽ തിരിക്കുന്നത്? എന്തിനാണ് ഇവരെ ഈ സാധുക്കളെ ചൂഷണം ചെയ്യുന്നത്? വൈജ്ഞാനികമായും വിശ്വാസപരമായും കർമ്മപരമായും സാമ്പത്തികമായും ഈ സമൂഹത്തെ എന്തിനാണ് ചൂഷണം ചെയ്യുന്നത്? എനിക്ക് അറിയാനത് ചോദിക്കാം. എന്തിനാണ് ഈ വെളിച്ചം ഇവരിൽ നിന്നും കൂട്ടിവെച്ചിരിക്കുന്നത്? ഈ വെളിച്ചം ഈ ജനതകൾ തുറന്നു കൊടുക്കാത്തത് എന്താണിത്? ഇനി നമ്മൾ ആരോട് വിലപിക്കാൻ, ആരോട് പറയാൻ? ഇത്രയും നല്ല ഒരു വെളിച്ചം നമ്മുടെ കയ്യിൽ തന്നിട്ട് ആ വെളിച്ചം കെടുത്തി വെച്ചിട്ട് ഇരുട്ടിലൂടെ തപ്പുന്ന ഈ സമൂഹത്തോട് എന്ത് പറയാം? എന്താ നമ്മൾ ഈ പുരാണം മനസ്സിലാക്കുന്നത്? ഇതൊരു കർമ്മശാസ്ത്ര ഗ്രന്ഥാണെന്ന്, ഇത് മൂത്രവെക്കാനുള്ള ഗ്രന്ഥാണെന്ന്, ഇത് കക്കൂസിൽ പോയിട്ട് കൈമുഖം തുറക്കാൻ, മണ്ണുകൊണ്ട് തുറക്കാനുള്ള ഗ്രന്ഥാണെന്ന്. എവിടുന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചാലും മതി. ഖുർആൻ പഠിക്കണം. ആരിൽ നിന്നായാലും നമ്മൾ ഖുർആൻ പഠിക്കണം. അത് വ്യക്തികളല്ല, ആരിൽ നിന്നും. ഇന്ന് ലോകത്ത് ഖുർആൻ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എത്ര സംവിധാനമാണെന്ന് പറഞ്ഞാല് ലോകത്തെ ഈ രൂപത്തിൽ ഖുർആനികമായ പഠനം നടക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ ഏത് ആയത്ത് ചോദിച്ചാലും അപ്പൊ നമ്മളെ സഹോദരങ്ങൾ ചോദിക്കാണ്ടാണ്. ആരെങ്കിലും വേറെ പറഞ്ഞിക്കണോ? ഒരു ഇഷ്കാനാണ് ഈ വസുവാസുലഹന്നാത്തില്ലേ, ഈ സൈത്താനാത്മ. ഇത് പറയാനെങ്കിലും വേറെ ഒരാളെ കിട്ടിയാലും ചോദിക്കുള്ളൂ. ഈ വസുവാസായിട്ട് മാറുകയാണ്. ഇനി അതിനൊരു തെളിവ് കൊടുക്കണം. ഒരു 100ഓളം പണ്ഡിതന്മാരുടെയും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു 100ഓളം പണ്ഡിതന്മാരുടെയും അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ജീവചരിത്രവും ഒരു പുസ്തകം. എന്നാലും നിങ്ങൾക്ക് സമാധാനമോ നോക്കട്ടെയാണ്. ഇത് ഞാൻ എന്നും പറയുന്നത് ഇത് എന്റെ അറിവല്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ സർസൈനെയും പർവേഷിനെയും അതുപോലെയുള്ള ഇന്ത്യയിൽ തന്നെ വന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ മൗലികയ്ക്ക് ഈ പർവേഷിൽ തന്നെ കണ്ടിട്ടുണ്ടാവുന്ന 85-ൽ ഗുലാം അഹമ്മദ് പർവേഷ് അദ്ദേഹം എഴുതി വെച്ച ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. സർസൈനിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം, വായിച്ചിക്കണം. 10ാം ക്ലാസ്സിൽ സർസൈനെ കുറിച്ച് അറബിയിൽ ഒരു പാഠം പഠിക്കുന്നതാണ്. അന്ന് സർസൈന് മഹാനാണെന്ന് പഠിക്കുകയാണെന്നല്ലാതെ ഈ സർസൈനിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടിക്കണം. ഇന്നത്തെ ഗ്രന്ഥങ്ങൾ കണ്ടു നിങ്ങൾ പിന്നെ ഷബീർ അഹമ്മദിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഖമർ സമാന്റെ ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പാകിസ്ഥാനിൽ ഈ വിപ്ലവം ഉണ്ടാക്കിയ ആളുകൾ എത്രയെന്ന് അറിയോ? അവർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പാകിസ്ഥാനിൽ മാത്രം വിപ്ലവം ഉണ്ടാക്കിയ 100ഓളം ആളുകളുടെ ചരിത്രവും ജീവചരിത്രവും അവരുടെ ഗ്രന്ഥങ്ങളും ഇത് രക്ഷല്ല. കാരണം ഇവർക്ക് ആളുകൾക്ക് കൂടാൻ പറഞ്ഞാൽ പിന്നെ അള്ളാന്റെ കലാം എടുക്കാൻ പറ്റുന്നെങ്കിൽ അതിനൊരു തെളിവ് കിട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ തിരുക്കും ചെയ്യണ്ട. എന്നാ ഓക്കെ തരാൻ പോവുകയാണ്. എന്നാലെങ്കിലും നിങ്ങൾ എടുക്കാൻ നോക്കണം. ഈജിപ്തിൽ കഴിഞ്ഞു പോയ നൂറ്റാണ്ടിലെ ഈജിപ്തിലെ ഈ ചിന്തയുമായി മുന്നോട്ട് പോയ പണ്ഡിതന്മാരുടെ അവരുടെ നൂറ്റിക്കണക്കിനുള്ള ഗ്രന്ഥങ്ങളെയും മുന്നിൽ വെക്കാൻ പോകാൻ വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. എന്നിട്ടും ഈ ഖുർആൻ വിശ്വാസമല്ല. ഈ സലാത്ത് ഇതിന്റെ ചരിത്രം ചികഞ്ഞ് അന്വേഷിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ സലാത്തിന്റെയും ഇതിന്റെ രൂപപ്പെട്ടതിന്റെ കാലഘട്ടത്തിന്റെയും ചരിത്രം ചികഞ്ഞ് അന്വേഷിച്ച് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയാനിട്ടല്ല. പക്ഷെ അതിന് അപ്പുറത്ത് വേറൊരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഈ ചരിത്രത്തിന്റെ പിന്നാലെ ഞാൻ പോകാത്തത്. ഇതേ പേരുകളും ഇതേ നമസ്കാര രൂപവുമുള്ള സമൂഹം ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കാം. ജൂതന്മാരുണ്ട്, ദൊറസ്റ്റിസം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതേ പേരുകൾ, ഇതേ രൂപം, ഇതേ സമയം, അവരിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത കാലഘട്ടം, ഇതൊക്കെ എടുത്തു വെക്കാം. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? അതാണ് പറയുന്നത്. ഈ ഖുർആൻ മാത്രം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇനി അതും ചെയ്യാനാ പറയുന്നത്. എന്നാലെങ്കിലും നിങ്ങൾ ഇന്ന് എന്ത് ലാഭം മോഹിച്ചിട്ട? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ മക്കളെ, എന്റെ പൊന്നാല മക്കളെയാണ് അവർ ഈ ആശയത്തിൽ ഞാൻ വളർത്തണമെങ്കിൽ ഇത് അത്രക്കും ബോധ്യപ്പെടാതെ നൂറ്റാണ്ടുകളിലൂടെ ഒരു ജനസമൂഹം ചെയ്തു പോരുന്ന ഈ ആരാധനകളൊന്നും ഖുർആനിന്റെ ഇസ്ലാം വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ അതൊരു വർഷിപ്പല്ല എന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ മാർഗനിർദ്ദേശവും തെളിവും കിട്ടാതെ എന്റെ കുട്ടികളെ ആരോഗ്യത്തിന് ഞാൻ വളർത്തും. ഞാൻ ഈ ഓടി വെച്ച ആ ഒരു ആയത്തിന്റെ വിശദീകരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.